പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ആ പുത്രൻ്റെ ജീവിതം കണ്ടും കേട്ടും നാം പഠിക്കാനല്ലേ? ഒരു മാതൃകയുള്ളത് വളരെ നല്ലതാണ്. ദേവാലയ സംഗീതത്തിന് ഉത്തമമായ മാതൃകാ ഗാനങ്ങളുമായി സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന നിരവധി ഗാനങ്ങളാണ് തിരുഗീതികളുടെ ഈ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കാദ്യമായി കേൾക്കാം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ എന്നും തങ്ങുന്ന വാവാ യേശുനാഥ എന്ന ആ അനശ്വര ഗാനം ജെറി അമൽദേവ് സാറിൻ്റെയും ടീമിൻ്റെയും ശബ്ദത്തിൽ.
സീറോ മലബാർ കുർബാനയിലെ ഗാനങ്ങൾ ആ പഴമ ഒട്ടും നഷ്ടപ്പെടാതെ പുനരവതരിപ്പിക്കുകയാണ് സീക്രട്ട് മ്യൂസിക് മിനിസ്ട്രിയുടെ ഈ ഒരു ഗാനോപഹാരത്തിൽ. ഈ ഗാനങ്ങൾ ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളവർക്ക് ഏറെ ഹൃദ്യമായിരിക്കും, പരിചിതമായിരിക്കും. പുതിയ തലമുറയിലുള്ളവർക്ക് ഇതൊരു അറിവായിരിക്കും. നമുക്ക് കേൾക്കാം അനശ്വരങ്ങളായ ആ ഗാനങ്ങൾ ഇന്നിൻ്റെ ശബ്ദത്തിൽ. പ്രിയപ്പെട്ടവരൊരു കാലഘട്ടത്തിൽ കലാകാരന്മാർ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്: കല കലയ്ക്ക് വേണ്ടി. ആർട്ട് ഈസ് ഫോർ ആർട്ട്. വേറെ ഒന്നിനും വേണ്ടിയല്ല, കല കലയ്ക്ക് വേണ്ടി. ഇതുപോലെ ഒരു സംഗീതജ്ഞരൊരു കാലത്ത് ഇന്നും ചിലത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: സംഗീതം സംഗീതത്തിന് വേണ്ടി. അത് ആസ്വദിക്കാനുള്ള സംഗീതമാണ്. ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം ദേവാലയ സംഗീതത്തിന് ബാധകമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരം അല്ല എന്ന് തന്നെയാണ്. സംഗീതത്തിന് വേണ്ടിയല്ല ദേവാലയത്തിൽ സംഗീതം ആലപിക്കുന്നത്. പാട്ട് പാടുന്നതിന് വേറൊരു ലക്ഷ്യമുണ്ട്. പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ശാഗസ്തുനസിൻ്റെ ഒരു വാക്യം: പാട്ട് പാടുന്നത് ഇരട്ടി പ്രാർത്ഥിക്കുന്നു. ഇരട്ടി പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതല്ല എങ്കിൽ ദേവാലയത്തിൽ സംഗീതത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ദേവാലയ സംഗീതം സഭാപിതാക്കന്മാർ, മാർപ്പാപ്പന്മാർ നിരന്തരമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന സംഗീതമാണ് ദേവാലയ സംഗീതം. ആസ്വദിക്കാൻ വേണ്ടിയുള്ളതല്ല ദേവാലയ സംഗീതം. അത് കർശനമായിട്ട് നിഷ്ഠയോടുകൂടി സഭ പഠിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക പഠനമാണ്. ആരാധനാക്രമത്തിൻ്റെ ഒരു സഹായി അല്ലെങ്കിൽ ശുശ്രൂഷയാണ് സംഗീതം. ആരാധനാക്രമത്തെ മോടി പിടിപ്പിക്കാൻ തീർച്ചയായിട്ടും മോടി പിടിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവാരാധന കൂടുതൽ അർത്ഥവത്വം ഫലപ്രദവുമാക്കാനായിട്ട് സംഗീതം സഹായിക്കണം. അതുകൊണ്ടാണ് ആരാധനാക്രമത്തിൻ്റെ ഒരു സർവൻ്റാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. സംഗീതത്തിന് വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി എന്ന മുദ്രാവാക്യം പ്രബലപ്പെട്ട കാലഘട്ടത്തിലാണ് ഈ സംഗീത ട്രൂപ്പുകൾ നമ്മുടെ സഭയിൽ മുളയെടുത്തത്. എല്ലാ ദേവാലയത്തിലും സംഗീത ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഗായക സംഘം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക്
പുറത്തു നിന്ന് സംഗീത ട്രൂപ്പുകൾ വന്ന് പാടാൻ ആരംഭിക്കുന്നത് ഈ സംഗീതം ആസ്വദിക്കാൻ വേണ്ടിയാണെന്നുള്ള ചിന്ത പ്രബലപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. അതോടുകൂടി സ്വാഭാവികമായിട്ടും അവരാലപിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ട്യൂണുകളും രീതികളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം സംഗീതം ഭംഗിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാതെ ദൈവാരാധനയെ സഹായിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പണ്ട് നമ്മളൊക്കെ ആലപിച്ചിരുന്ന വളരെ ലളിതമായ ചില സംഗീത ശൈലികളുണ്ടായിരുന്നു. ആ സംഗീത ശൈലികളെല്ലാം വിട്ടിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ഗായകർക്ക് മാത്രം പാടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേക ചില ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് മാത്രം ആലപിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള ഗാന ട്രൂപ്പുകൾ രംഗത്തേക്ക് വന്നപ്പോഴാണ് ഈ ദേവാലയ സംഗീത രംഗത്ത് വലിയ ഒരു ക്രൈസിസ് ഉണ്ടായത്. ഇതിനേറെ സിനിമാ ട്യൂണുകളുടെ, അടുത്ത കാലത്ത് അത് കാണുന്നില്ല, ഒരു 1970കളിലും 80കളിലുമൊക്കെ സിനിമാ ട്യൂണുകളുടെ രീതികളിൽ ദേവാലയത്തിൽ പാട്ട് പാടുന്ന പതിവ് പോലും നമ്മുടെയൊക്കെ സഭകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാത്തൊരു സാഹചര്യം സഭയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ പള്ളികളിൽ വരുന്ന ബാൻഡ് മേളക്കാർ, പ്രദക്ഷിണത്തിനും മറ്റും വരുന്ന ബാൻഡ് മേളക്കാർ ഈ സംഗീതങ്ങൾ, സിനിമാ ഗാനങ്ങളൊക്കെ ബാൻഡ് മേളത്തിൻ്റെ കൂട്ടത്തിൽ പാടാനും തുടങ്ങി. അങ്ങനെ പള്ളിയിൽ ഏതു തരം പാട്ടും എങ്ങനെയും പാടാം എന്ന സ്ഥിതിവിശേഷം സംജാതമായി. അപ്പോൾ എന്തുപറ്റി? ഈ ഗാന ട്രൂപ്പുകൾ അക്ഷരാർത്ഥത്തിൽ പാട്ട് തൊഴിലാളികളായിട്ട് മാറി. അവർക്കതൊരു വരുമാന മാർഗമായിട്ട് മാറി. ഞാൻ വരുമാനം ഉണ്ടാക്കുന്നതിലോ അവർ പാടുന്നതിലോ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സഭയിൽ സംഭവിച്ച, ചരിത്രപരമായിട്ട് സംഭവിച്ച ഗതിവിഗതികൾ ഞാൻ വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ പാട്ട് പാടാൻ മാത്രമേ കാണുള്ളൂ. കുർബാനയുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കില്ല. ഫ്രീ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. പാട്ട് പാടുന്ന സമയത്ത് മാത്രം കയറി വരും. അതൊക്കെ ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട് കേട്ടോ, വളരെയധികം മാറി. എങ്കിലും അതുപോലെ കണ്ണായ സ്ഥലത്ത് വന്നിരിക്കും. ഇത് സംബന്ധിച്ച് സഭ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തേക്കുള്ള സഭകൾ, അവർ മിക്കവാറുമൊക്കെ ഗായക സംഘങ്ങൾ പല പള്ളികളിലൊക്കെ വിദേശത്തേക്ക് ഇരിക്കുന്നത് ബാൽക്കണിയിലാണ്. ആളുകൾ ഒരിക്കലും അവരെ കാണില്ല. ബാൽക്കണിയിൽ നിന്ന് പുറയിൽ നിന്നാണ് ഒരു പാട്ട് വരിക. അവിടെയാണ് ഓർഗനൊക്കെ വെച്ചിരിക്കുന്നത്, കീബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ്. ഗായക സംഘവും ആ ബാൽക്കണിയിൽ നിന്ന്, ഇപ്പോൾ നമ്മുടെ പള്ളികളിലെല്ലാം ബാൽക്കണി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സഭ പൊതുവായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ പള്ളിയിൽ, ദേവാലയത്തിൽ ഏറ്റവും മുമ്പിൽ ആളുകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ വന്നിരിക്കാനായിട്ട് പാടില്ല. അതേസമയം ഗായക സംഘം, ഇപ്പോൾ ചില പള്ളികളൊക്കെ പണിയുമ്പോൾ മധുബായുടെ ഒരു വശത്തായിട്ട് ഗായക സംഘത്തിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദേവാലയ നിർമ്മിതിയിൽ തന്നെ അതിന് ചില സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് മൈക്ക് ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ച, അതും ഈ പറഞ്ഞതുപോലെ അതേ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ആവശ്യമാണ്. വിദേശത്തൊക്കെ നടക്കുന്ന കാര്യം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. മൈക്ക് ഓപ്പറേറ്റർ ആയാലും, മൈക്ക് ഓപ്പറേറ്റർ ഒരിക്കലും രംഗത്തേക്ക് വരുന്നയാളല്ല. അയാൾ എവിടെയാണ് ഇരിക്കുന്നത് പോലും ആരും കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും മുമ്പിൽ വന്നിരിക്കുക. കാരണം നമ്മുടെയൊക്കെ സൗകര്യങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. അതുപോലെ ഒരു ഡ്രസ് കോഡില്ല. ഏതെല്ലാം രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് അവർ പള്ളിയിൽ, ദേവാലയത്തിൽ വന്നിരിക്കുക. അവിടെ പള്ളിയിൽ നടക്കുന്ന എന്താണെന്ന് പോലും അറിയാതെ വന്നിരിക്കുന്ന മൈക്ക് ഓപ്പറേറ്റേഴ്സുണ്ട്. എപ്പോഴാണ് മൈക്ക്, ഏതെല്ലാം മൈക്കാണ് ഓൺ ചെയ്യേണ്ടത്, ആരാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ശുശ്രൂഷയുടെ സമയം ഏതാണ്, ഇതൊന്നും അറിയാതെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. അതുപോലെ ദേവാലയ സംഗീതത്തിൻ്റെ സമയത്ത് പാട്ട് പാടുമ്പോൾ ആ പ്രദേശം മുഴുവനും ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് തിരുക്കർമ്മങ്ങൾക്ക് തടസ്സം വരുന്ന രീതിയിൽ പോലും ഗായക സംഘവും മൈക്ക് ഓപ്പറേറ്റേഴ്സ് ഇരിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. ദൈവം സഹായിച്ച് അടുത്ത കാലത്താലെല്ലാം വലിയ വ്യത്യാസങ്ങൾ വന്ന് കുറച്ചുകൂടി അവബോധം ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ദേവാലയ നിർമ്മിതിയിലുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ബ്രേക്ക് ഇടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആബേലച്ചൻ്റെ എറണാകുളത്ത് ആരംഭിച്ച കലാസമിതി, അല്ലെങ്കിൽ വരാപ്പുഴ അതിരൂപതയിൽ ആരംഭിച്ച CSC, ആബേലച്ചനെ പോലെ തന്നെ ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് എലഞ്ചിക്കിൽ, വരാപ്പുഴ മെത്രാപ്പൊലീത്ത, CACയുടെ ഡയറക്ടറായിരുന്ന മൈക്കിൾ പനച്ചിക്കലച്ചൻ, പിന്നെ നമ്മുടെ ജെറി അമൽദേവ് സാറ്, ഇവരൊക്കെ അടുത്ത കാലത്ത് സഭയ്ക്ക് നൽകിയ വലിയൊരു സംഭാവന എന്ന് പറയുന്നത് ദേവാലയ സംഗീതത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ നമ്മുടെ പ്രത്യേകിച്ച് 2 റീത്തുകൾക്ക്, സീറോ മലബാർ, ലത്തീൻ റീത്തുകൾക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്, തുടർന്ന് വിജയിക്കുമെന്ന് വേണം വിചാരിക്കാനായിട്ട്. അപ്പോൾ സാവകാശം സമൂഹം ഒരുമിച്ച് പാടുന്ന രീതികളിലേക്ക് നമ്മുടെ ദേവാലയങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ അതതിടവകയിലുള്ള ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമൂഹം ഒരുമിച്ച്
വേദപാഠത്തിന് വരുന്ന കുട്ടികളൊക്കെ ഒരുമിച്ച് പാട്ട് പാടുന്ന ഒരു രീതിയിലേക്ക് സാവകാശം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ദേവാലയത്തിൽ ഇപ്രകാരമാണ്, ഗായക സംഘം ചെറിയൊരു ഗ്രൂപ്പ് തന്നെ പാടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സംഘമായിട്ട് പാടുകയും അതിനോട് ചേർന്ന് സമൂഹവും പാടുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് നമ്മൾ വലിയ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു വന്ന് വലിയൊരു താഴ്ചയിൽ നിന്ന് ഇപ്പോൾ കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും.